അപ്പോൾ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് വിത്ത് നമ്മുടെ ലംബോർഗിനി സിയാൻ റോഡ്സ്റ്റർ. ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ അൺലോക്ക് ചെയ്ത വണ്ടിയാണ്. ആ ഒരു എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക്സ് ഞാൻ കമൻസിൽ പിൻ ചെയ്തേക്കാം. സോ നമുക്ക് പോയേക്കാം. തൊട്ടടുത്തൊരു കിടിലൻ റേസ് ഉണ്ട് ഗൈസ്. ആക്ച്വലി വണ്ടിയുടെ കളർ ഗ്രീൻ ആയിരുന്നു, നമ്മൾ കുറച്ച് മുന്നേ മാറ്റിയതാണ്. ഗ്രീൻ നൈസ് ആയിരുന്നല്ലേ. ബട്ട് എനിവേസ് ഗൈസ്, നമ്മുടെ ഇന്നത്തെ പരിപാടി അറിയാലോ, നിസാൻ GTR R35. ഒരുപാട് പേര് കമൻസിൽ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ ആ ഒരു വണ്ടി റീകവർ ചെയ്തെടുക്കാൻ പോകട്ടോ. ബട്ട് അതിന് മുന്നേ നമുക്ക് കുറച്ച് ഒരു കിടിലൻ റേസ് സിറ്റിയിലുണ്ട്. നമ്മുടെ ഫ്രണ്ട് വിളിച്ചിട്ടുണ്ട് ആ റേസ് ഒന്ന് ജയിച്ചാലേ പറ്റുള്ളൂ. നമ്മുടെ വണ്ടിയുടെ പവർ കാണിക്കണം പോലും. കാണിക്കാം നമുക്ക് പോയേക്കാം നമ്മുടെ റേസിന്റെ ലൊക്കേഷനിലേക്ക്. ഇവിടെ ആണെങ്കിൽ ഒടുക്കത്തെ മഴയുടെ. ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മളിന്ന് മര്യാദക്ക് ട്രാഫിക്കൊക്കെ സിഗ്നലൊക്കെ പാലിച്ച് ഓടിക്കാൻ തുടങ്ങിയത്. ലെറ്റ്സ് ഗോ. മഴയുള്ളതുകൊണ്ട് ലേശം പാടായിരിക്കും, ബട്ട് കുഴപ്പമില്ല. ലാസ്റ്റ് റേസൊക്കെ നമ്മൾ നൈസായിട്ട് ജയിച്ചായിരുന്നു. ബട്ട് ഇന്നിനി എങ്ങനെ പോകുമെന്ന് അറിയത്തില്ല ഗൈസ്. ടഫാണ് തോന്നുന്നു. കാരണം സിറ്റി റേസാണ് നമ്മൾ ഫസ്റ്റ് ട്രൈ ചെയ്യാൻ പോകുന്നത്. സിറ്റി റേസസ് നമ്മൾ അധികം ചെയ്തിട്ടില്ല. ഇനി അപ്പോൾ വെൽക്കം ബാക്ക് ടു ഫോർസ ഹൊറൈസൺ 5. ഇറ്റ്സ് മീ മാൽബ്രോ ഹിയർ. ഗൈസ് മറക്കണ്ട, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്താണ് കേട്ടോ. നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഫസ്റ്റ് റേസ് ജയിക്കുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. അല്ല ഹൈപ്പർ കാറൊക്കെ ആയിട്ട് അവന്മാർ വരുന്നെങ്കിൽ നോ ഐഡിയ. ലെറ്റ്സ് സ്റ്റാർട്ട്. അവന്മാരെ ഹൈപ്പർ കാർ തന്നെ കൊണ്ടുവന്നിരിക്കുന്ന കോനിസെക് ജെസ്കോ ഉണ്ടെങ്കിൽ തീരും, നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ മലൈസ് ഫുൾ പവർ ഗൈസ്. അത് കോനിസെക് ആണ്. ഇത്തിരി പാടായിരിക്കാൻ ചാൻസ് വളരെ ലേശം പാടാവാൻ ചാൻസ് ഉണ്ട്. ലേശം പാടാവും ഗൈസ്. എന്റെ സ്റ്റിയറിംഗ് വീല് സുല്ലിട്ട് കളിക്കാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ്. നിങ്ങളൊക്കെ നാട്ടിൽ എങ്ങനെ എനിക്കറിയത്തില്ല. ഒരു മിനിറ്റ് ഇത്രയും പോണ്ട. എന്റെ സ്റ്റിയറിംഗ് വീല് ഉരുപ്പൊന്നേ. അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ലല്ലോ. സീനില്ല. നമ്മൾ കേറും, അത് വേറെ കാര്യം. ഫ്രണ്ടിൽ പോണ കൊനശകാണെങ്കിലും നമ്മൾ എന്നെ തട്ടിയിടല്ലേ മച്ചാനെ. എന്നാണത്? ഇത് ജയിച്ചില്ലെങ്കിൽ വേണ്ട. ടഫായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ തല മൊട്ടടിക്കുന്നൊക്കെ പറയാൻ വന്ന. ഇനി എങ്ങാനും മൊട്ടടിക്കേണ്ടി വന്നാലും അത് ശരിയാവൂല. ഇവിടെ പെട്ടെന്നാവള. രണ്ടുപേരെ എങ്ങനെ തൂക്കും ഗൈസ്? ഈ വണ്ടിക്ക് ആക്ച്വലി ചെറുതായിട്ട് ബ്രേക്ക് ഇല്ലാന്ന് തോന്നുന്നു ഗൈസ്. ഞാൻ കുറച്ച് റോഡിൽ ചെറിയായിട്ട് ജമ്പ് ചെയ്യണം. അയ്യോ, ഞാൻ സ്വിച്ച് മാറി നിൽക്കുകയാണ്. സത്യമായിട്ട് സ്വിച്ച് മാറി നിൽക്കുകയാണ്. വട്ട ഇടുന്നുണ്ട്, എനിക്കത് പിടിക്കുന്നില്ല. ലേശം കൺട്രോളബിൾ അല്ല വണ്ടി കേട്ടോ. നല്ല വണ്ടിക്ക് നല്ല സ്പീഡുണ്ട്. അതിനനുസരിച്ചുള്ള നമ്മൾ 2ാം സ്ഥാനം എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എനിക്ക് 100 റൗണ്ട് കൂടെ ചിലപ്പോൾ കാണും. ലംബോർഗിനി വെനേനോ ഗൈസ്. ആ വണ്ടി നമുക്ക് എങ്ങനെയൊക്കെ ഇറങ്ങണം. ആ വണ്ടി നൈസാണെന്ന് തോന്നുന്നു. യെസ്, നമ്മൾ 1ാം സ്ഥാനം. ഇത് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രം മതി. Let's go. Easy.
അതൊക്കെ അത്രേ ഉള്ളൂ. ഫിനിഷ്ഡ് സെക്കൻഡാ. ആരുടെ നമ്മുടെ മുന്നിലുണ്ടായിരുന്നത്? ലാ ഫെറാറിയോ? ഒന്നാമനപ്പം നമ്മൾ കണ്ടുപോലും ഇല്ലേ? ഓ മൈ ഗോഡ്, എങ്ങനെ ഇരിക്കണ്? ഞാൻ സത്യമായിട്ടും പ്രതീക്ഷിച്ചത് ഞാൻ ഒന്നാം സ്ഥാനന്നാ. ലാ ഫെറാറി എന്നും പറഞ്ഞ കാറ് ഫെറാറിയുടെ ഫസ്റ്റിലുണ്ടായിരുന്നു. നമ്മൾ അറിഞ്ഞു പോലും ഇല്ല. അതെങ്ങനെ കയറിപ്പോയി? കണ്ടുകൂടിയില്ലല്ലോ. വിഷയം. അപ്പൊ ടഫാണ് കോമ്പറ്റീഷൻ. ഈ വണ്ടി മാറ്റാനുള്ള സമയം നമുക്കിനെ നേരെ പോയി നമ്മുടെ നിസാൻ GT-R R35 ഇറക്കണം. അതിലും വലിയ പെർഫോമൻസ് ഉള്ള വണ്ടിയാണെന്ന് തോന്നുന്നത് സിയാൻ. ബട്ട് നോക്കണേ, നോ ഐഡിയ. ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ GT-R നിസാൻ R35 നിസ്മോ എഡിഷൻ. അപ്ഗ്രേഡ് ആയിട്ടുള്ള കേടിലാൻ സാധനമാണ്. പക്ഷേ വണ്ടി ചെറുതായിട്ട് തുരുമ്പൊന്നും അടിച്ചിട്ടില്ലല്ല, എന്തൊക്കെയോ ഡാമേജ് ഒക്കെ സംഭവിച്ചിട്ടുണ്ട് ഗൈസ്. കുറച്ച് മിസ്സിംഗ് ഒക്കെ കാണിക്കുന്നുണ്ട്. സോ നമുക്ക് ഈ വണ്ടി കൊടും കാട്ടിലേതോ വന്ന് കിടക്കട്ടെ. നമുക്ക് വണ്ടി കാട്ടിൽ നിന്നെടുത്ത് നമ്മുടെ റീകവറി ലൊക്കേഷനിൽ കൊണ്ട് വണ്ടി ഒന്ന് റീകവർ ചെയ്തെടുക്കണം. കിടിലൻ ഒരു വണ്ടിയൊക്കെ നമ്മൾ പെയിന്റ് അടിച്ച് ഇറക്കാൻ പോവാണ്. ആൻഡ് ഓൾസോ നമ്മുടെ പെർഫോമൻസും കൂടി അപ്ഗ്രേഡ് ചെയ്യും. നോക്കാടേ നമ്മുടെ ബ്രിഡ്ജ് ജംപ് ടെസ്റ്റ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇവിടെ ഇപ്പോഴും വണ്ടിക്ക് ഓക്കെ ആട്ടോ, വണ്ടി ഓക്കെയാണ്, വിഷയമൊന്നുമില്ല, വണ്ടിക്ക് വലിയ സീനില്ല. പക്ഷേ പെർഫോമൻസ് അത്ര വലിയ അതിലൊന്നും അല്ല കേസ് നിൽക്കുന്നത്. നമുക്ക് പയ്യെ കാട്ടി നിറക്കാം. വണ്ടി ഇറക്കി നമുക്ക് വണ്ടി റീകവർ ചെയ്ത് ഫുൾ സെറ്റാക്കിയിട്ട് റേസിന് ഇറക്കാം. നമുക്കൊരു മെയിൻ റേസ് ഇവൻ്റ് ഉണ്ട്. സോ GT-R R35 നിങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു വണ്ടി ഇറക്കും കേട്ടോ റേസ് ഇവൻറ്റിന്. ഇവിടെ എവിടെയൊക്കെ ഒരു റോഡ് ഉണ്ടായിരുന്നല്ലോ. എന്നാലും ഇത്ര നല്ല വണ്ടി ഏതവനാണോ കാട്ടിക്കൊണ്ടിട്ടിരിക്കുന്നത്? ലെറ്റ്സ് സീ. തൊട്ടടുത്ത് എവിടെയെങ്കിലുമൊക്കെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് കയറ്റടേ. വണ്ടി അത്യാവശ്യം ഡാമേജാണ് കേട്ടോ, അത്യാവശ്യം ഡാമേജാണ്. എനിക്കൊന്ന് ഡേർട്ടാണെന്ന് തോന്നുന്നു. ഏതോ ഡേർട്ട് റേസിങ് കഴിഞ്ഞിട്ട് വന്നിരിക്കുക. അയ്യോ കാർ ഇടിക്കല്ലേ. ഏതോ ഒരു പ്രാന്തൻ. അതേത് വണ്ടിയാണ്? ഓ നമ്മുടെ കോർവെറ്റ്. ലെറ്റ്സ് ഗോ. അപ്പോൾ മറക്കണ്ട, ഫസ്റ്റ് നമ്മുടെ ജെം ടെസ്റ്റ് ആണ്. നമ്മുടെ ലെംബോ ജെം ടെസ്റ്റ് ചെയ്തായിരുന്നു. ഇതേതാണ്ടോ F1 കാറൊക്കെ അത് പറഞ്ഞപ്പോൾ നമ്മൾ ഇതുവരെ F1 കാർ കൊണ്ടുവന്നിട്ടില്ലല്ലോ. കേട്ടോ F1 കാറൊന്നും ഉടുക്കത്തെ സ്പീഡ് ഇറങ്ങി കേട്ടോ. അത് ഭയങ്കര കൺട്രോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇതാരുടെ വീടാണ്? ഇങ്ങോട്ട് വല്ല വഴിയുണ്ടോ? ഏതോ ഒരു സീക്രട്ട് സ്ഥലം നമ്മൾ കണ്ടെത്തിയല്ലോ ഗൈസ്. നോക്കട്ടെ, ഇതുവരെ കാണാത്ത സ്ഥലം. ഇത് പട്ടി കൂടുന്നു, പട്ടി പിടിച്ച് കടിക്കും. ഇവിടെ ഇങ്ങോട്ടല്ല നമുക്ക് പോകണ്ട, ഇത് വേറെ വഴി. ഇത് ഈ സ്ഥലം നമുക്ക് വേണ്ട. ഓ ഇവിടെ രണ്ട് വാഴത്തോട്ടരിക്കാം, വാഴത്തോട്ടത്തിൻ്റെ അടുത്തോട്ട് എടുക്കാം. നല്ല വേണം. കാണാനില്ലേ, സ്ഥലമൊന്നും കാണാനില്ല. ഇവിടെ സിഗ്നലൊക്കെ വെച്ചിരിക്കുന്നത്. ഓ ഇവിടെയും റേസിങ് ഉള്ളതുകൊണ്ട് നോക്കിയേ, അവന്മാർ വേണ്ട ഇതൊക്കെ വെച്ചിരിക്കുക വില്ലേജിലൊക്കെ. അടുത്ത GT-R ഇറക്കുമ്പോൾ അവന്മാർ മിക്കവാറും ഏതേത് പ്രാന്തൻ വണ്ടി ഇറക്കും. അത് വലിയൊരു ട്വിസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട് കേസ്. അയ്യോ ഏതാ ഈ നദി ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ലൊക്കേഷൻ എത്തും എന്നാണ് പറയുന്നത്. ഈ നദിയുടെ കറക്റ്റ് ഈ ഒരു പാത്തിൽ കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഒരു പുതിയൊരു വീടുണ്ട്. ആ വീട്ടിൽ നമുക്ക് റിപ്പയർ ചെയ്യാം വണ്ടി എടുക്കുന്നത്. സോ ആ വീടൊന്ന് കണ്ടുപിടിക്കണം. അത് ഇത്തിരി ടാസ്ക് ആണെന്ന് തോന്നും. ഒരിടത്തുണ്ടോ അവിടെ? പോണ വഴിക്ക് എവിടെയെങ്കിലും കാണും. ഓ പാളി മച്ചുനാ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഓയ്യോ സീനില്ല മോമേറ്റോ. വണ്ടി മാക്സിമം നമ്മൾ ഡാമേജ് ആക്കും. നോ വറീസ്. ഇത് റിപ്പയർ ചെയ്ത് നല്ല കുട്ടപ്പനാക്കാൻ പോവാം നമ്മൾ. ഈ ഗെയിമിൻ്റെ ഗ്രാഫിക്സ് കണ്ട് എപ്പോഴാണെങ്കിലും നമ്മുടെ കണ്ണുകൾ നോക്കി നമുക്ക് കുറച്ചുകൂടി സ്പീഡ് കൂട്ടാം. വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, വലിയ കുഴപ്പമില്ലാത്ത വണ്ടിയാണ്. പെർഫോമൻസ് ലേശം കുറവുണ്ടെന്നേ ഉള്ളൂ.
ബട്ട് നമ്മുടെ വീട് കണ്ടെത്തണം ഗൈസ്. അത് ലേശം ടാസ്ക് ആവാൻ ചാൻസ് ഉണ്ട്. ഒരു കാട്ടിലാണ് ആ വീട്. ആ വീട് ബാണോസാണ്. അവിടെ ആക്ച്വലി വേറൊരു വണ്ടി നമുക്ക് റീകവർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടും കൂടിയാണ്. വീട് എവിടെ മക്കളെ, വീട്. ഇതൊക്കെ നമ്മുടെ വണ്ടി എടുത്ത് ഓഫ് റോഡ് വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ അവിടെ പറപ്പിക്കായിരുന്നു ഏതെങ്കിലും എടുത്തിട്ട്. ഓ ഷിറ്റ്. ഓക്കെ, വീടിൻ്റെ ലൊക്കേഷൻ എത്തിയിരിക്കുവാണ്. ഈ കാട്ടിൽ എവിടെയാണ് നമ്മുടെ വീടുള്ളത്? അതെങ്ങനെ കണ്ടുപിടിക്കൂടെ? ഡ്രോൺ എടുക്കേണ്ടി വരുമോ? ഇവിടെ എവിടെയാണ് കേട്ടോ വീടുള്ളത്? വെളുപ്പാൻ കാലം കൊണ്ട് കണ്ണു പിടിച്ചത്. സൂര്യനാണെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുന്നു. ഇവിടെ എവിടെയാണ് വീടുള്ളത്? വി നീഡ് ടു ഫൈൻഡ് ദ വീട്. വേർ ഇസ് ദ വീട്? എനിക്ക് ഓൾമോസ്റ്റ് ഒരു ഐഡിയ കിട്ടിയത് എവിടെയാണെന്ന്. ബട്ട് ഗൈസ്, ഈ ഒരു ബാൺ ഹൗസ് നമ്മൾ ആക്ച്വലി ലാസ്റ്റ് എപ്പിസോഡിൽ അൺലോക്ക് ചെയ്തതാണ്. എന്നിട്ടും അമ്മ വീണ്ടും അൺലോക്ക് ചെയ്ത് കാണിക്കുന്നത് വൈ? ഒന്ന് അൺലോക്ക് ചെയ്ത് വീണ്ടും അൺലോക്ക് ചെയ്യുന്നു. ആ, എൻ്റെ വണ്ടി മൂന്നാമത്തെ ഡാമേജ് ആയിരിക്കും. ഓക്കെ, നമുക്ക് ആക്ച്വലി ഒരു വലിയൊരു റേസാണ് ഇനി ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ വണ്ടി അതിന് പറ്റുമെന്ന് ഇന്നത്തെ കാര്യം എനിക്കറിയത്തില്ല. ബട്ട് മാക്സിമം നമ്മൾ പറ്റിക്കും. മാക്സിമം നമ്മൾ പറ്റിക്കുന്ന രീതിയിൽ ചെയ്യുള്ളൂ. ഇതാണോ ലൊക്കേഷൻ? എനിക്ക് ഇതാണെന്ന് തോന്നുന്നു കേട്ടോ. മേ ബി ഇതാവാൻ ചാൻസ് ഉണ്ട്. ആണെന്ന് തോന്നുന്നു. ഇതൊന്നും അല്ല കേട്ടോ, വേറെ ഏതോ വഴിയായിരുന്നു. പക്ഷെ എത്തിപ്പെട്ടു നമ്മൾ. ലെറ്റ്സ് ഗോ. ഇതിനകത്ത് ഏത് വണ്ടിയാണോ കിടക്കുന്നത്? നോക്കട്ടെ. ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ റീകവർ ചെയ്യാനുള്ള വണ്ടി കിട്ടും. ആ, ഇതെങ്ങനെ റീകവർ ചെയ്യും? GMC ജിമ്മി. ഈ വണ്ടി റീകവർ ചെയ്യാൻ പാടാ. ഇത് വീല് പോലും ഇല്ലാത്ത വണ്ടി നമ്മൾ എന്ത് റീകവർ ചെയ്യും? ഓക്കെ, അപ്പോൾ നമ്മുടെ നിസാൻ GTR R35 റീകവർ ചെയ്തിട്ട് വരാം ഗൈസ്. കുട്ടപ്പനാക്കിട്ട് വരാം. ലെറ്റ്സ് ഗോ. യെസ്, ഫൈനലി നമ്മുടെ വണ്ടി നമ്മൾ ഇറക്കിയിരിക്കുവാണ്. ഇതാണ് നമ്മുടെ കസ്റ്റം ട്യൂൺഡ് നിസാൻ GTR R35. പക്ഷേ R35 യെല്ലോ എഡിഷനായിട്ടോ നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പോയിലറും എല്ലാ സാധനമായിട്ട് നമ്മുടെ വണ്ടി ഇറക്കിയിരിക്കുവാണ്. ഇൻറ്റീരിയർ കാണിച്ചു തരാം. ഇൻറ്റീരിയർ ഫുള്ളി കാർബൺ ഫൈബറാണോ? അല്ല, കാർബൺ ഫൈബർ അല്ല, വേറെ എന്തോ മെറ്റീരിയലാണെന്ന് തോന്നുന്നു. എനിവേ, വണ്ടി ഇതാണ്. തൊട്ടടുത്തൊരു റേസ് ഉണ്ട്. ഇത് കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ നമ്മൾ ബ്രിഡ്ജ് ജംപ് ടെസ്റ്റ്. സോ ആ ഒരു ടെസ്റ്റിൽ നമ്മുടെ വണ്ടി ആ ഒരു റിവർ ക്രോസ് ചെയ്യുമല്ലോ എന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല ഗൈസ്. ബട്ട് ഈ ഒരു റേസ് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യാം. ഇവിടെ നമ്മുടെ വീട്ടിൽ വന്നിരിക്കുക കേട്ടോ. നമ്മൾ ആ ഒരു ലൊക്കേഷനല്ല ഇപ്പോൾ കറൻ്റ് ഉള്ളത്. ബീച്ച് സൈഡിൽ നമുക്കിവിടെ ഒരു വീടുണ്ട്. ആ ഒരു വീട്ടിലേക്കാണ് നമ്മുടെ വണ്ടി എത്തിച്ചിരിക്കുന്നത്. സോ നമുക്ക് പോയേക്കാം. തൊട്ടടുത്തൊരു റേസ് ഉണ്ട് വണ്ടിയുടെ. ആദ്യം തന്നെ റേസ് ചെയ്ത് നമുക്ക് വണ്ടി എങ്ങനെ പെർഫോം ചെയ്യുന്നു ഗൈസ്. ഈ റേസ് ജയിച്ചേ പറ്റുള്ളൂ, അത് വേറെ കാര്യം. ഒരു അത്യാവശ്യം ഫസ്റ്റ് എത്തണം. സെക്കൻഡ് നിന്നിട്ട് കാര്യമില്ലേ റേസ്. ഓ, വണ്ടി കൊള്ളാം. എൻ്റെ ആളെ, ഇതെന്താണ് കൺട്രോളില്ലേ വണ്ടിക്ക്? ഈ വണ്ടിക്ക് കൺട്രോളില്ല. പണി പാളു. പടക്കം മുട്ടുന്ന ഒച്ച വരുന്നില്ലല്ലോ. ഒരിടത്ത് എവിടെയാണ് റേസ്? ഇവിടെ ഒന്നുകൂടി ട്രൈ നോക്കാം. വണ്ടിക്ക് കൺട്രോൾ ഇല്ലെങ്കിൽ ഈ റേസ് ഈവൻറ്റിന് നമുക്ക് ജയിക്കാൻ ലേശം പാടാണ്. നോക്കട്ടെ, ലെറ്റ്സ് ട്രൈ. ഈ വണ്ടി കൺട്രോളബിൾ ആണെങ്കിൽ ഓക്കെ. വലിയ സീനില്ല കേട്ടോ, വലിയ സീനില്ല. ഇവിടെയാണ് നമ്മുടെ റേസ് ഇവന്റ് നടക്കുന്നത്. പക്ഷെ ഈ ഒരു വണ്ടിയുടെ ഈ ഒരു ടൂൺ ശരിയാകോ? നമുക്ക് വേറൊരു ടൂണും കൂടി ട്രൈ ചെയ്യാൻ നോക്കാം ഗൈസ്. ഓക്കെ, ഈ ഒരു ടൂൺ എങ്ങനെ പോകുമെന്ന് അറിയത്തില്ല.
സ്പീഡ് കിട്ടുമോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല, ബട്ട് ട്രൈ ചെയ്യാം. ഹാൻഡ്ലിംഗ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ കാര്യമില്ല ഗൈസ്. ലെറ്റ്സ് ഗോ. ഈ ഒരു ടൂൺ എങ്ങനെയുണ്ട്? ഓ, തീ വരും. ഒന്ന് ടെസ്റ്റ് ട്രൈ ചെയ്തിട്ട് കേട്ടോ. സ്പീഡുണ്ട്. കുറച്ചൊരു ബെറ്റർ ആണ് തോന്നുന്നത്. അതെ അതെ, വലിയ സീനില്ല. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല ആക്സലറേഷൻ ഉണ്ട് വണ്ടിക്ക്. അനിയ മാറിയേക്ക്. ഇതാണെന്ന് തോന്നുന്നു കൊള്ളാവുന്നത്. നമുക്ക് ഇത് വെച്ച് റൈസ് ചെയ്യാം കേട്ടോ. ഈ ഒരു ടൂൺ വെച്ച് റൈസ് ചെയ്യാം. എന്താ ആളുക ഈ വണ്ടികൾക്ക്, പ്രാന്തന്മാര്. നല്ലൊരു ക്ലൈമറ്റ് ആണ്. റേസ് ചെയ്യുന്ന ടൈമിൽ പല മഴയോ തേങ്ങ വല്ലതും ആണെങ്കിൽ തേഞ്ഞൊട്ടി കയ്യിലിരിക്കും. ഫസ്റ്റ് എത്തണം, ഫസ്റ്റ് എത്തിയേ പറ്റൂ. അതാണൊരു ടാസ്ക്. നമുക്ക് കൺട്രോൾ ഇല്ലെങ്കിൽ ഇത് ലേശം പാടുപെടാൻ ചാൻസ് വളരെയധികം കൂടുതലാണ്. റേസ് ഇവന്റ് അവിടെയാണല്ലോ. ഇതാണ് നമ്മുടെ റേസ് ഇവന്റ്, ദ കൊളോസസ്. ഏത് വണ്ടി? അത്യാവശ്യം വലിയ റേസാണ്. ബട്ട് ദ പ്രോബ്ലം ഓഫ് ദ സൊല്യൂഷൻ ഈസ് ഇത് റേസ് പാടുപെടും. ഹൈപ്പർ കാർസ് അല്ല നമ്മളെടുത്തിങ്ങനെ എക്സ് മാർക്കുള്ളതാണ് ഹൈപ്പർ കാർസ്. ബട്ട് ഇത് S2 ലെവലുള്ള കാറാണ്. അതിൻ്റെ തൊട്ട് താഴെ വരും. ആ രീതിയിൽ നമ്മൾ മോഡിഫൈ ഉള്ളു. അപ്പോൾ ആ ഒരു റേഞ്ചുള്ള കാർക്ക് വന്നാൽ കുഴപ്പമില്ല. ബട്ട് ഡോ നോ ഗൈസ്, വല്ല ഫെറാറിയോ. എനിവേ, നമ്മുടെ ഫോഴ്സ ഹൊറൈസൺ എപ്പിസോഡ്സ് എൻജോയ് ചെയ്യുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. സൂൺ പുതിയ ഗെയിംസ് ഒക്കെ വരുന്നതാണ്. ഒരുപാട് അഡ്വഞ്ചർ ഗെയിംസ് അൺചാർട്ടഡ് പോലൊക്കെ വരുന്നുണ്ട്. സോ ലെറ്റ്സ് സീ ഗൈസ്. സോ മറക്കണ്ട, സ്റ്റേ ട്യൂൺഡ്, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ. സൂൺ നമ്മളൊരു സീരീസ് 2 സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. സോ അതിൻ്റെ ചെറിയൊരു ബ്രേക്കിലാണ് നമ്മൾ ഈ ഗെയിം കളിച്ചത്. ഇപ്രാവശ്യം ഫസ്റ്റ് എത്തിയേ പറ്റുള്ളൂ. ഒന്നാവൻ പോണ എന്ത് സ്പീഡാ! വളയുന്നില്ല പണ്ടാണ് വേണ്ടി. കൺട്രോൾ വള വരുമ്പോ സ്ലോ ചെയ്യണം, അല്ലാത്തപ്പോ സ്പീഡ് കൊടുക്കണം. സ്വിച്ച് മാറി നിൽക്കുകയാണ്. സച്ചായിട്ട് സ്വിച്ച് മാറി നിൽക്കുകയാണ്. വളക്കാൻ നോക്കിയത്. എൻ്റെ ഡ്രിഫ്റ്റിന്റെ സ്വിച്ച് തൊട്ടടുത്ത് കിടക്കുന്നത്. ഇത് നമുക്ക് കിട്ടും ഗൈസ്, ഇത് നമുക്ക് കിട്ടുമായിരിക്കും. എൻ്റെ കൂടെ ഒരു വണ്ടി ഉണ്ടോ? നമ്മുടെ മിസ്റ്റേക്ക് നോക്കി ഒരു തെണ്ടി നിൽപ്പുണ്ട്. നമ്മൾ എവിടെയെങ്കിലൊക്കെ വീഴാൻ കാത്ത് ഒരുത്തൻ നിൽപ്പുണ്ട് പുറകിൽ. അല്ല പിന്നെ നല്ല ഈസ് നമ്പർ 1 ഓൾവേസ്. ആ കാര്യം മറക്കണ്ട. നമ്പർ 1 റേസർ ഓഫ് കേരള. അവൻ്റെ വണ്ടി, എൻ്റെ മാത്രം മിസ്റ്റേക്കാണ്. ഞാൻ ശ്രദ്ധയിൽ ആ വണ്ടി നോക്കിയായിരുന്നു. വളവ് കണ്ടില്ല. ബ്രേക്ക്. Easy. 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 Come on. Oh, speed കൂടുമ്പോ രേശം.
ഈ കൺട്രോൾ ഇല്ല. സ്വിച്ച് മാറി, സ്വിച്ച് മാറി. ഇവന്മാരെ നമ്മളെ പരീക്ഷിക്കുമല്ലോ. സ്വിച്ച് ഇവിടെ നിന്ന് മാറ്റണം. ഉണ്ടോ, ഞാൻ ഡ്രിഫ്റ്റ് ചെയ്യാൻ നോക്കിയതാ. ഡ്രിഫ്റ്റ് ചെയ്യണ്ടായിരുന്നു. ഡ്രിഫ്റ്റ് ചെയ്യാതിരിക്കാൻ നല്ലത്. ഡ്രിഫ്റ്റ് ചെയ്തപ്പോ അവൻ കേറി പോടാ. നമ്മുടെ വണ്ടിക്ക് അത്യാവശ്യം സ്പീഡുണ്ട്. ടോപ്പ് സ്പീഡിൽ ലേശം പാടാണെന്നേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നും കാണുന്നില്ല. എത്തി, ആൽബിൻ കുഞ്ഞെത്തിപ്പോയി. അതിനാണ് അല്ല, പിന്നെ ഇനി നമ്മളെ പിടിച്ചാൽ കിട്ടില്ല ഗൈസ്. ഇനി നമ്മൾ എങ്ങനെയെങ്കിലും പൊസിഷൻ ഹോൾഡ് ചെയ്യും. എൻ്റെ പുറകെ പഹയന്മാരുണ്ട്, പക്ഷെ വിൽ മെയിൻറ്റെയിൻ. എടാ, അവന്മാരെ പിടിച്ച് വേറെ ഏതോ വണ്ടി വന്നിട്ട് കേട്ടോ. അയ്യോ, പോണി പാളി പോണി പാളിയാണ് ഇപ്പം. ഈസി ഈസി ഈസി, നിസ്സാരം. ചെക്ക് പോയിന്റ് പറപ്പിക്കാണ്. മാക്സിമം സ്പീഡ് 300 വളവ് വന്ന തേഞ്ഞ്. വളവ് 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 വളവ്. നിസ്സാരം. സിറ്റി എത്തി. ഓ സിറ്റി ലേശം പണിയാണ്. സിറ്റിയിൽ നമ്മൾ പെടാൻ ചാൻസ് ഉണ്ട്. വരുന്നല്ല ഈ തണ്ടി. എടി, ഇവനേതാണ് ഇത്ര നേരം നമ്മളെ കൂടെ ഇല്ലാത്തവൻ. എടാ, അവനൊക്കെ എങ്ങനെ കേറി പോന്നടാ. എല്ലാവനും വേറെ ഇല്ല. ഈസി. അവന്മാരൊക്കെ കീബോർഡ് വെച്ച് കളിച്ചിട്ടാ. ഐ മീൻ എ ആണെങ്കിലും കീബോർഡിനേക്കാളും ബെറ്റർ കൺട്രോൾ അവർക്ക്. അയ്യോ, വളവ് വളവ് വളവ്. ഇതെപ്പ തീരും? ഇത് അത്യാവശ്യം ഭയങ്കര വലിയ റേസാണ് കേട്ടോ. ഈസി, നിസ്സാരം. ബട്ട് നിസ്സാരമല്ല. അവന്മാരൊരു കടുക് മണി വ്യത്യാസത്തിൽ ചിലപ്പോ കേറി ഫസ്റ്റ് അടിച്ചാലോ. അയ്യോ, എന്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. നമ്മൾ ജയിക്കുള്ളൂ, ഉറപ്പാ. ഓഫ് റോഡ് കയറി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി കൺട്രോൾ ഇല്ലാതെ പോകും. ഇനി ഈ പുറകോട്ട് തിരിഞ്ഞു നോക്കേണ്ട ബട്ടൺ സെറ്റ് ആക്കണം ഗൈസ്. അതിനോട് പുറകോട്ട് തിരിഞ്ഞു നോക്കാനുള്ള സമയം വള വരുമ്പോ സ്ലോ ചെയ്യണം, അല്ലാത്തപ്പോ സ്പീഡ് എടുക്കണം. ഈ വണ്ടി വളയത്തില്ല കേട്ടോ, അതാ പ്രശ്നം. നമ്മുടെ കൂടെ ഉണ്ടാവൻ എനിക്ക് പേടിയാവുന്നു.
ലെറ്റ്സ് ഗോ. കണ്ടോ നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷെ ഞാൻ കയറുന്ന ഞാൻ വിട്ടു കൊടുക്കത്തില്ല. അങ്ങനെ ഫസ്റ്റ് എന്നൊരു പൊസിഷൻ ഉണ്ടെങ്കിൽ ആക്ച്വലി ഇങ്ങനത്തെ ടൈറ്റ് മത്സരങ്ങളാണ് നമ്മൾ ആക്ച്വലി കുറച്ചുകൂടി ഫണ്ണായിട്ട് തോന്നുന്നത്. വണ്ടിയും കൂടി നൈസായിരുന്നു കൊള്ളായിരുന്നു കേട്ടോ. എന്റെ കൈ അടുത്ത് വണ്ടി പോയിരുന്നില്ല. കേറട്ടെ കേറട്ടെ. ഈസി നിസ്സാരം. ഡ്രിഫ്റ്റർ മല്ലയാ. കാമോൺ. അത്യാവശ്യം ലെങ്ത് ഉള്ള റേസ് കേട്ടോ. അതുകൊണ്ട് വലിയ സീൻ ഉണ്ടാവത്തില്ല. ഈ റേസ് ജയിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്ന് ചാപ്റ്റർ തീരും തോന്നുന്നു. ഇതിപ്പോഴൊന്നും ഫിനിഷ് ആവത്തില്ല. ഒരു 10 മിനിറ്റുള്ളിൽ ഗെയിം ഫിനിഷ് ആവാൻ തോന്നും. വളവ് 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 വരുമ്പോ സ്ലോ ചെയ്തെങ്കിൽ ഇത്രയും പേരെ റേസ് ഞാൻ ആരായി. കേറിപ്പോയി. ഓ ഡ്രിഫ്റ്റിംഗ് കഴിവ് അല്ല. അതിനെപ്പറ്റി ഒന്നും പറയാനില്ല എനിക്ക്. ഈസി ഈസി ഈസി. You can. You can. You can. രണ്ടാം സ്ഥാനം. ഈസി നിസാരം. Come on bro. ഫസ്റ്റ് അത് ഒന്നൊന്നര എടുക്കായിരുന്നു. മെയിൻറ്റെയിൻ ദ പൊസിഷൻ ബ്രോ, മെയിൻറ്റെയിൻ ദ പൊസിഷൻ. പറ്റും, നിന്നെ കൊണ്ട് പറ്റും. മെയിൻറ്റെയിൻ ദ പൊസിഷൻ. മരുഭൂമി ഗൈസ്, അവന്മാർ ഇതുവരെ നമ്മളെ പിടിച്ചിട്ടില്ല. ഇത് ലോങ്ങസ്റ്റ് റേസ് ഞാൻ കളിച്ചതിൽ വെച്ച് ഇത്രയും ലോങ്ങസ്റ്റ് റേസ്. അയ്യോ
ലെറ്റ്സ് ഗോ. വള 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 വള. യെസ് യെസ് യെസ്. ഫസ്റ്റ് കൊളോസസ് കംപ്ലീറ്റ്. 15 മിനിറ്റ് 30 സെക്കൻഡ്. ഭയങ്കര പാടായിരുന്നു. 911 GTR 3 RS4. എൻ്റെ ആളെയാ. കമാറോ എങ്ങനെ നമ്മളൊപ്പം പിടിച്ചു തന്നു? കമാറോ അത്ര നല്ല വണ്ടിയാ. ലോട്ടസ് GTR 3 GT3 RS ഉണ്ടായിരുന്നു. എല്ലാ വണ്ടി ഇരുന്നുണ്ടായിരുന്നേ. അവരെങ്ങനെയൊക്കെ പിടിച്ചെന്ന് കേട്ടോ. നമുക്ക് സ്കൈലൈൻ GTS R പഴയ സ്കൈലൈൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തുനിന്ന് എന്താ കേട്ടാ? ജാക്ക് പോട്ട് അടിക്കോ? ഇതുവരെ ജാക്ക്. അയ്യേ 5000 ഉലുവ. ഒരു കുപ്പി പെയിന്റ് വാങ്ങാൻ പറ്റുമോ? ഗൈസ് ഒടുക്കത്തെ മഴയാട്ടോ ഇന്നത്തെ ഡ്രാഗ് റേസ്. ചിലപ്പോൾ ലേശം പാളാൻ ചാൻസ് ഉണ്ട്, ബട്ട് നോക്കാടെ. അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ നിസാൻ GTR R35 നിസ്മോ ഓടിച്ചാണ് കൊണ്ടുവന്നിരിക്കുന്നത്, നിങ്ങൾ പറഞ്ഞുകൊണ്ട്. സോ ഈ ഒരു വണ്ടി നമ്മൾ ബ്രിഡ്ജ് ജംപ് ടെസ്റ്റ് ചെയ്താലോ? ലെറ്റ്സ് ഗോ. ചാടുമായിരിക്കും, ചാടാതായ വണ്ടി എവിടെ പോകാൻ? വണ്ടി ഫുൾ കസ്റ്റം ചെയ്ത് മാക്സിമം ട്യൂൺ ചെയ്യാൻ പറ്റുന്നതും നമ്മൾ ട്യൂൺ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇതിനപ്പുറം ട്യൂൺ ചെയ്യാൻ പറ്റൂല. എനിക്കൊന്ന് വണ്ടി ട്യൂൺ ചെയ്ത് നമ്മളൊരു 1300 HP എന്തൊക്കെ എത്തിച്ചിട്ടുണ്ട്. സോ വണ്ടി ചാടുമെന്ന് അറിയത്തില്ല, എന്തായാലും 400 ഹിറ്റ് ചെയ്യും, അത് ഗ്യാരണ്ടി. വണ്ടിയിൽ മൊത്തം ചെളിയാ രേസ്. സാരമില്ല എന്ത് ചെയ്യാൻ? ഡ്രിഫ്റ്റ്. മതി. ഷോ ഒക്കെ മതി. ഇനി വണ്ടിയുടെ ഷോ ഒക്കെ മതി. വണ്ടി ചാടുകയില്ലോ നോക്കാം. നിങ്ങൾ പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നതാണ്. ചാടിയില്ലെങ്കിൽ അറിയാൻ പോണേ. അല്ല പിന്നെ എങ്ങാനും റിവർ ക്രോസ് ചെയ്യില്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും. ലെറ്റ്സ് ഗോ. അപ്പോൾ നമുക്ക് പോയാലോ? ഇവിടെ ലോഞ്ച് കൺട്രോളോടെ 3, 2, 1 ലെറ്റ്സ് ഗോ. പക്ക ഷിഫ്റ്റിംഗ് ഒക്കെ പക്കയാണ്. 50 ഗിയറിൽ 300 ഹിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ 400 ഹിറ്റ് ചെയ്യണം. പിന്നെ വണ്ടിയുടെ ആ ഒരു വെയിറ്റ് കാരണമൊക്കെ ചിലപ്പോൾ പറക്കാൻ ചാൻസ് ഇല്ല. ഓ ക്ലീൻ പറക്കലാണ് ഗൈസ്. പക്ഷേ എത്തി. ഓ ജസ്റ്റ് മിസ്. ഓൾമോസ്റ്റ് എത്തി. കറക്റ്റ് വണ്ടി ഗ്ലൈഡ് ചെയ്താട്ടോ പോയത്. നൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ട് വണ്ടി പാർക്ക് ചെയ്യാം. സോ ഇന്നത്തെ എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? നമ്മൾ GTR 35 കൊണ്ടുവന്ന് റീകവർ ചെയ്തു. അത്യാവശ്യം നല്ല എപ്പിസോഡായിരുന്നു. ആൻഡ് നെക്സ്റ്റ് എപ്പിസോഡിൽ ഇതുവരെ കാണാത്ത ലെജൻഡറി കാഴ്ച കുറച്ചുണ്ട് ഗൈസ്. നമ്മുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള 2-3 ഐറ്റം ഉണ്ട്, അത് കൊണ്ടുവരാൻ പോവാണ്. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ, നമ്മളത് കൊണ്ടുവരുന്നതാണ്. ആൻഡ് നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്തല്ലോ. ജംപ് ടെസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ലംബോ ആൾറെഡി ചെയ്തിരുന്നു ജംപ് ടെസ്റ്റ്. സോ കാണാത്തവരുണ്ടെങ്കിൽ ചെക്ക് ഇറ്റ് ഔട്ട്. കംസ് ഞാൻ പിൻ ചെയ്തേക്കാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സൂൺ നമ്മുടെ അഡ്വഞ്ചർ ഗെയിംസ് ഒക്കെ പറയുന്നുണ്ട്, ഒരുപാട് പേര് സൂൺ ഉണ്ടാവും. ഏത് ഗെയിം ഇപ്പോഴേ പറയുന്നില്ല. ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റും, ഗസ് ചെയ്തോട്ടോ. ആൻഡ് ഓൾസോ വൺ മോർ തിങ്, നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് സൂൺ ഉണ്ടാക്കുന്നതാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.